ചെലവ് ചുരുക്കലിന്റെ പേരിൽ സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിന് തിരിച്ചടി. 18 യുഎസ് ഏജൻസികളിലെ പിരിച്ചുവിട്ട 25,000-ഓളം ജീവനക്കാരെ വീണ്ടും നിയമിക്കണമെന്ന മെരിലാൻഡ് ജഡ്ജിയുടെ ഉത്തരവ് നിലനിൽക്കുമെന്ന് യുഎസ് ഫെഡറൽ അപ്പീൽ കോടതി വിധിച്ചു. പിരിച്ചുവിട്ടവരെ തൽസ്ഥാനങ്ങളിൽ വീണ്ടും നിയമിക്കാൻ നേരത്തെ ബാൾട്ടിമോർ ജഡ്ജി നിർദ്ദേശിച്ചിരുന്നു. ഈ ഉത്തരവ് ഉടൻ താൽക്കാലികമായി നിർത്തിവെക്കാനും പുറത്താക്കപ്പെട്ട ജീവനക്കാരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള യുഎസ് നീതിന്യായ വകുപ്പിന്റെ അഭ്യർത്ഥന അപ്പീൽ കോടതി പാനൽ നിരസിക്കുകയായിരുന്നു. ഡെമോക്രാറ്റുകൾ നയിക്കുന്ന 19 സംസ്ഥാനങ്ങളും വാഷിംഗ്ടൺ ഡിസിയും നൽകിയ കേസിലാണ് ഉത്തരവ്. ഫെബ്രുവരി പകുതിയോടെ 18 പ്രധാന യുഎസ് ഏജൻസികളിൽ നിന്നും ട്രഷറി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഇന്റേണൽ റവന്യൂ സർവീസ്, ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് വകുപ്പിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് തുടങ്ങിയ ഘടകങ്ങളിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട പ്രൊബേഷണറി ജീവനക്കാർക്ക് ആശ്വാസമേകുന്നതാണ് വിധി. മറ്റൊരു കേസിൽ ഈ മാസം ആദ്യം ഒരു സാൻ ഫ്രാൻസിസ്കോ ഫെഡറൽ ജഡ്ജി കൃഷി, പ്രതിരോധം, ഊർജ്ജം, ഇന്റീരിയർ, ട്രഷറി, വെറ്ററൻസ് അഫയേഴ്സ് എന്നീ വകുപ്പുകളിൽ നിന്ന് പിരിച്ചുവിട്ട പ്രൊബേഷണറി തൊഴിലാളികളെ വീണ്ടും നയിക്കണമെന്ന് ഭരണകൂടത്തോട് ഉത്തരവിട്ടിരുന്നു. ഫെഡറൽ തൊഴിലാളികളുടെ എണ്ണം ഗണ്യമായി ചുരുക്കാനും സർക്കാർ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനുമുള്ള ട്രംപിന്റെയും ഇലോൺ മസ്കിന്റെയും ശ്രമങ്ങളുടെ ആദ്യപടിയായിരുന്നു പ്രൊബേഷണറി തൊഴിലാളികളുടെ കൂട്ടത്തോടെയുള്ള പിരിച്ചുവിടൽ. മിക്ക ഏജൻസികളും നൂറുകണക്കിന് പ്രൊബേഷണറി തൊഴിലാളികളെ പിരിച്ചുവിട്ടു. എന്നാൽ മറ്റു ചില ഏജൻസികൾ അതിലും കൂടുതൽ പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട്.